കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി കൺഫർമേഷൻ വന്നിട്ടുണ്ട്. 13/7/2024 നമ്മുടെ പരീക്ഷ. അപ്പോൾ ഇന്ന് മുതൽ 22/4 മുതൽ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുത്തു തുടങ്ങാവുന്നതാണ്. ജൂൺ മാസം 28-ാം തീയതി മുതൽ നമുക്ക് ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ പരീക്ഷയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, +2 സയൻസ് എടുത്ത് പഠിച്ച എല്ലാ പേർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയായിരുന്നു. ഇതിന്റെ പരീക്ഷ വിളിച്ചപ്പോൾ തന്നെ നമ്മുടെ മുന്നിലുണ്ടായിരുന്ന ഒരു വലിയ ചോദ്യചിഹ്നം എൻ്റെ സിലബസ് ആയിരുന്നു. അതിന് വളരെ വ്യക്തമായിട്ട് ചിത്രം അവർ തന്നിട്ടുണ്ട്. MLT 50 മാർക്ക് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള പ്ലസ് പോയിന്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. LD ക്ലർക്ക് പരീക്ഷ അല്ലെ, ഈ കാറ്റഗറി തന്നെയാണ് LD ക്ലർക്കിലും പരീക്ഷയ്ക്ക് വേണ്ടി ഇരിക്കുന്നത്. അപ്പോൾ പ്രിലിമിനറി ഇല്ലാത്ത LD ക്ലർക്ക് പരീക്ഷ അനൗൺസ് ചെയ്തതിന് ശേഷം നടക്കുന്ന LD ക്ലർക്ക് എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇപ്പോൾ LD ക്ലർക്ക് പരീക്ഷയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ താരതമ്യേന വളരെ മത്സരം കുറഞ്ഞ ഒരു പരീക്ഷയായിട്ട് മാറും നമ്മുടെ വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റ് പരീക്ഷ. അപ്പോൾ ഇതിനു വേണ്ടി ഫോക്കസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി പഠിച്ചു തുടങ്ങിയാലും നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അതിനുവേണ്ടി വ്യക്തമായ സ്ട്രാറ്റജിയിലൂടെ പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് +1 +2 ബേസ് ചെയ്തിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അവർ കുറച്ച് മാത്തമാറ്റിക്സ്, അത് വളരെ കുറച്ചേ ഉള്ളൂ. പിന്നെ വരുന്നത് ലാബിന്റെ ടോപ്പിക്കുകളാണ്. ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് ഏകദേശം ഒരു 200ഓളം ക്ലാസ് കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഈ വരുന്ന 60 ദിവസങ്ങൾ ഇതിനുവേണ്ടി ഒഴിഞ്ഞു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഇതിലൊരു വ്യത്യാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വ്യത്യസ്തമായ സ്ട്രാറ്റജിയെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. അതിനെക്കുറിച്ചെല്ലാം നമുക്ക് നേരിട്ട് ഡിസ്കസ് ചെയ്യാം സൗജന്യ വെബിനാറിലൂടെ. അതിനുവേണ്ടി നിങ്ങളുടെ പേരും ജില്ലയും KW ലാബ് അസിസ്റ്റന്റ് എന്ന കോഡും കൂടെ താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതിയാകും.